യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 155 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അധികം മുൻപിലുണ്ട്, ആത്മാക്കൾ വിടുവിപ്പാനുണ്ട്, വാഗ്ദത്തം നിറവേറാനുണ്ട്, വേല ഇനിയും ഏറെയുണ്ട്. ദേശമധികം മുൻപിലുണ്ട്, ആത്മാക്കൾ വിടുവിപ്പാനുണ്ട്, വാഗ്ദത്തം നിറവേറാനുണ്ട്, വേല ഇനിയും ഏറെയുണ്ട്. ഇസ്രായേലിന്റെ മൂന്നാം കാലഘട്ടം. ന്യായാധിപന്മാർ. യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. 24-29 യോശുവ മരിച്ച ശേഷം ജനം ബോധിച്ചവണ്ണം ജീവിക്കാൻ തുടങ്ങി. നല്ല ആത്മീയ നേതൃത്വമില്ലെങ്കിൽ ജനങ്ങൾ കൃപയിൽ നിന്നും പുറകോട്ട് പോകും. അതൊരു മാനുഷികമാണ്. കാരണം അവർക്ക് മാതൃകയായി നല്ലൊരു നേതൃത്വമില്ല എങ്കിൽ ജനത്തിന് പുറകോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഇസ്രായേൽ ജനം പുറകോട്ട് പോയ സാഹചര്യത്തിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട വ്യക്തികളാകുന്നു ന്യായാധിപന്മാർ. ദൈവം അവരെ സഹായിക്കുന്നതിന് വേണ്ടി എഴുന്നേൽപ്പിച്ചു. യോശുവ മരിച്ചു കഴിഞ്ഞ് താമസിയാതെ അവർ ബാൽ വിഗ്രഹങ്ങളെ സേവിക്കാൻ തുടങ്ങി. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. എന്തൊരു സങ്കടകരമായ കാര്യമാണ്! ഇത്രയും അവരെ പരിപാലിച്ച് അവർക്ക് വേണ്ടുന്നതെല്ലാം 40 വർഷം കൊടുത്തു. ഒന്നിനും കുറവില്ലാഞ്ഞിട്ട് ഒരു സാങ്കല്പികമായ ഒരു ബാൽ വിഗ്രഹത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹൃദയത്തിൻ്റെ കടുപ്പത്തിനകത്ത് ഒരു മാറ്റവും ഉണ്ടായില്ലല്ലോ. ദൈവം ഒരു കാര്യം ചെയ്തു. ദൈവം അവർക്ക് വിരോധമായി മഹാ കഷ്ടത വരുത്തി. ഇതിനകത്തുനിന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ വിട്ടുപോയാൽ കഷ്ടമെന്നല്ല പറയേണ്ടത്, മഹാ കഷ്ടമായിരിക്കും. പാപിക്ക് വരുന്നതിലും കഷ്ടമാണ് വിശ്വാസി പുറകോട്ട് പോയാൽ ഉണ്ടാകുന്ന കാര്യം. ചില ആളുകളൊക്കെ എന്നും പറയുന്നൊരു പല്ലവിയുണ്ട്. ഞങ്ങൾ നീണ്ട നാളുകളായി കഷ്ടതയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 3:8 ദൈവത്തിൻ്റെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. ജ്വലിക്കാതിരിക്കുന്ന എങ്ങനെ? കാരണം ഒരു നന്ദി വേണ്ടേ? നന്ദിയില്ലാത്ത ജനമായി ഇസ്രായേൽ മാറി. ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ ഓർത്ത് അവന് നന്ദി കയറ്റുന്നവരായി നമ്മൾ തീരേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഫലമായിട്ട് മെസൊപ്പൊത്താമ്യയിലെ രാജാവായിരിക്കുന്ന കൂശൻ രീശാദായിക്ക് വിറ്റുകളഞ്ഞു. കാരണം ഈ അബ്രഹാം പുറപ്പെട്ടു പോരുന്നത് നീന്തദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപോരാൻ പറഞ്ഞ് അനുസരിച്ച് വിട്ടുപോരുന്ന അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളെ മെസൊപ്പൊത്താമ്യ രാജാവായിരിക്കുന്ന കൂശൻ രീശാദയുടെ കയ്യിലേറ്റ് കളഞ്ഞു. അവൻ അവരെ വളരെ പീഡിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം ഇവരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. അവർ ദൈവത്തോട് നിലവിളിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരുമല്ല, ഏതു കാലത്തും ഏതു സഭയിലും
പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, നിലവിളിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, ആരും അറിയാതെ സഭയുടെ അനുഗ്രഹത്തിൽ ഉപസിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെ ഒന്നും ആരും മുൻനിരയിൽ കൊണ്ടുവരികയോ ഒരു പ്രോത്സാഹനം കൊടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. നമ്മുടെ ഓരോ സഭകളിലും നമ്മുടെ പ്രസ്ഥാനങ്ങളിലും ആത്മാർത്ഥമായി കരയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, നിലവിളിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതുകൊണ്ടാണ് ദൈവസഭയുടെ ദൈവജനത്തിന് നിലനിൽപ്പെ മറന്നു കളയരുതേ. ഏതു കാലത്തും സത്യത്തിന് വേണ്ടി ഒരു ന്യൂനപക്ഷം ഉണ്ടായിരിക്കും. ഈ കൂശൻ വീശതായി 8 വർഷം അവരെ പീഡിപ്പിച്ചു. അവര് നിക്കക്കളിയില്ലതായി തീർന്നു. നാം മറിച്ചൊന്ന് നോക്കിക്കേ, അവർ ദൈവമക്കളായി മരുഭൂമി കൂടെ യാത്ര ചെയ്തപ്പോൾ ആരവരെ പീഡിപ്പിച്ചു? അവർക്കൊന്നിനും കുറവില്ലായിരുന്നു. ദൈവം അവരുടെ നിലവിളി കേട്ടു. 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. കെനസിന്റെ മകനായിരിക്കുന്ന ഒത്നിയേലിനെ ഇസ്രായേലിന്റെ 1-ാമത്തെ ന്യായാധിപനായി തെരഞ്ഞെടുത്തു. ഒത്നിയേൽ നല്ല ഒരു ആത്മീകനായിരുന്നു. ഒത്നിയേൽ ദൈവത്തെ വിട്ട് പോയില്ലായിരുന്നു. അവർ പലരും ബാലിനെ ആരാധിച്ചെങ്കിലും ഒത്നിയേൽ മഹാദൈവത്തെ ആരാധിച്ചു. ആരാണ് ഒത്നിയേൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാലേബിന്റെ സഹോദരനാണ്. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു 40 വർഷത്തിനകം 20 വയസ്സിന് മുകളിലുള്ളതായ ഒരെണ്ണം കനാൻ നാട് കാണാനായിട്ട് സാധിച്ചില്ലെന്ന്. കനാൻ നാട്ടിൽ എത്തിച്ചേർന്നില്ല. ഇവര് 2 പേരൊഴിച്ച് വന്നിടത്തൊക്കെ ഇവരുടെ മരണം നടന്നുകൊണ്ടിരുന്നു. 20 വയസ്സിന് താഴെയുള്ളവർ മരിച്ചില്ല. 20 വയസ്സിന് മുകളിലുള്ള സകലരും കനാൻ നാട്ടിൽ എത്തുന്നതിന് മുമ്പേ മരിച്ചുപോയി. കനാൻ നാട്ടിലെത്തിയതായ കാലേബ് എന്ന ആ ഭക്തനായ മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി നിന്ന അദ്ദേഹത്തിന്റെ അനുജൻ കെനസിന്റെ മകൻ ഒത്നിയേൽ ഇസ്രായേലിന്റെ 1-ാമത്തെ ന്യായാധിപനായി ദൈവം തെരഞ്ഞെടുത്തു. ദൈവത്തിന് തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമായത്. ദൈവം തെരഞ്ഞെടുത്താൽ അത് തെരഞ്ഞെടുത്തത് തന്നെ. മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ് നിൽക്കട്ടെ. ദൈവം എന്നെ കേൾക്കുന്നവരെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ തെരഞ്ഞെടുത്താൽ, വിശ്വാസി, ദൈവം നിന്നെ തെരഞ്ഞെടുത്താൽ എന്തെല്ലാം പ്രതികൂലമുണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും പരാജയപ്പെടുകയില്ല. ദൈവം നിന്നോടുകൂടെ ഉണ്ട്. തുടർന്നും ന്യായാധിപന്മാരെ പറ്റി പഠിക്കുവാൻ ദൈവം സമയം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ നിർത്തുന്നു. നമ്മുടെ കർത്താവ് വരാറായി. ഒരുങ്ങുക, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആയിരങ്ങൾ യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.